പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര ജാഥ ഫെബ്രുവരി 1 വൈകിട്ട് 5 മണിക്ക് കുമളിയിൽ എത്തിച്ചേരും. പീരുമേട് നിയോജക മണ്ഡലത്തിൽ കുമളി ടൗണിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. ജാഥയെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി നിയോജക മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. കേരളത്തിലെ മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ ഫെബ്രുവരി 1 തീയതിയാണ് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുന്നത്. അടിമാലി, കട്ടപ്പന, കുമളി എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. കുമളി പഞ്ചായത്ത് പൊതുവേദിയിൽ വൈകിട്ട് 5 മണിക്കാണ് ജാഥ എത്തിച്ചേരുന്നത്. ജാഥയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനമാണ് കുമളിയിൽ നടക്കുക. UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയുടെ സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. പ്രത്യേകിച്ച് മലയോര മേഖല പങ്കിടുന്ന പഞ്ചായത്തുകൾ ധാരാളമായി ഉള്ള ഒരു നിയോജക മണ്ഡലമാണ് പീരുമേട് എന്നുള്ളതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു മാന്യാവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ UDFിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജാഥയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആ ഒരു പ്രാധാന്യത്തോടു കൂടി പ്രത്യേകിച്ച് കുമളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗ അക്രമത്തിന് എതിരെ നിരന്തരമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമളി DTPC ഹാൾ ചേർന്ന യോഗം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ ആന്റണി ആലഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് സിറീഖ് തോമസ്, കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്, UDF നേതാക്കളായ അബ്ദുൽ അസീസ്, എൽ രാജൻ, സുനിൽ, ബിജു പോൾ, KS മുഹമ്മദ് കുട്ടി, A അബ്ദുൽ സലാം, MM വർഗീസ്, മുഹമ്മദ് ഷാജി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.